ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നെന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയൊരു ഈവനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈവനിങ്ങിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. അപ്പോൾ ഈവനിങ്ങിൽ ഇവിടെ ഞാൻ പിള്ളേരെയൊക്കെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നു കേട്ടോ. കൂട്ടിക്കൊണ്ട് വന്ന് പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പിള്ളേർക്ക് ഒരു ചായക്ക്, പിന്നെ ചായക്ക് മാത്രമല്ല രാത്രിക്കത്തേക്കും കൂടെ കുറച്ച്, ഇപ്പോൾ എല്ലാ ദിവസവും ചോറ് കഴിക്കുമ്പോൾ പിള്ളേർക്കൊരു മടുപ്പല്ലേ. പിള്ളേർക്ക് മാത്രമല്ല നമുക്കും എല്ലാം മടുപ്പാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ആട്ടദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആട്ടദോശ ഉണ്ടാക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നിവിടെ നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്ന് ഫുൾ ഡേ നല്ല വെയിലായിരുന്നു. അപ്പോൾ അതെല്ലാം കുറേ നേരം എൻജോയ് ചെയ്തു. പക്ഷേ എനിക്ക് ജലദോഷവും ഒക്കെ കാര്യങ്ങളാണ് കേട്ടോ. ജലദോഷം അങ്ങ് വിട്ടു പോകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് രാത്രിക്കത്തേക്കും കൂടെ രണ്ടും കൂടെ ഒന്നിച്ച് കൂട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ എന്നാണ്ട് വിശേഷമൊക്കെ, ഞാൻ ഇതിൻ്റെ കൂടെ ചായയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ചായയും നമ്മുടെ വല്ലപ്പോഴും ഒക്കെ, ഇതിപ്പോൾ ആട്ടദോശ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ഒരെണ്ണം ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഇന്നലത്തെ പോർക്ക് കറിയും പിന്നെ സാമ്പാറും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏത് വേണേലും കഴിക്കാവുന്നതാണ്. പിന്നെ ഇതാകുമ്പോഴത്തേക്കും പിള്ളേർ രാത്രി കഴിച്ചോളും. പിന്നെ എല്ലാ ദിവസവും ചോറൊക്കെ ആകുമ്പോഴത്തേക്കും ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല വെയിലാണെങ്കിലും ആയിരുന്നെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ജലദോഷം, പിന്നെ മൂക്കടപ്പൊക്കെയാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു നഴ്സറി പോയി അവിടെ കണ്ട കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് മേടിച്ച റോസച്ചെടിയും പിന്നെ അതിൻ്റെ കൂടെ മേടിച്ച്, പിന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള നമ്മുടെ തേനീച്ചയും പൂമ്പാറ്റയും അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ ഗാർഡനിൽ വെക്കുന്നത്, അതെല്ലാം കൂടെ ഞാനും ഹസ്ബൻഡും കൂടെ വൈകുന്നേരം ഗാർഡനിൽ നമ്മുടെ പൂന്തോട്ടത്തിൽ കുഴിയൊക്കെ ഉണ്ടാക്കി നല്ല കാര്യമായിട്ട് അങ്ങ് കുത്തിവെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗാർഡൻ കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല സൂപ്പറാണ്. എല്ലാം നമ്മുടെ ഡാഫ്ഡൽസും പിന്നെ മറ്റ് റോസയും പിന്നെ കമേലിയ അങ്ങനെ കുറേ ചെടികളും എല്ലാം കൊണ്ട് നല്ല നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഗാർഡൻ കാണാൻ. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ തേനീച്ചേനെയും പൂമ്പാറ്റേനെയൊക്കെ ഫിറ്റ് ചെയ്തപ്പോഴത്തേക്കും, പിന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും ഒരു കാറ്റാടി, പണ്ട് നമ്മൾ കാറ്റാടിയൊക്കെ പിടിച്ച് റോട്ടിൽ കൂടെ ഓടത്തില്ലായിരുന്നു ചെറുപ്പത്തിലൊക്കെ. അപ്പോൾ കംപ്ലീറ്റ് ഇങ്ങനെ നല്ല കറങ്ങിക്കൊണ്ട് അതിവിടെ മേടിക്കാൻ പിള്ളേർ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിരുന്നത്. അതും കൂടെ ഞാനൊരു കോല കുത്തിവെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിഴക്കൻ കാറ്റടിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇതങ്ങ് നന്നായിട്ട് അങ്ങ് കറങ്ങാൻ തുടങ്ങും കേട്ടോ. അതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ ദോശയ്ക്ക് ചെറിയ തുളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്നും കാര്യമാക്കുന്നില്ല, ഇതൊന്നും കഴിക്കാനുള്ള സാധനമല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനോട് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. ഓൾറെഡി ഇന്നലത്തെ കറി ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് എനിക്ക് ഓഫായിരുന്നു. അങ്ങനെ പോകുന്നു. പിന്നെ പിള്ളേർ രാവിലെ സ്കൂളിൽ കൊണ്ടുവിട്ടു. കുറേ നേരം ഈ വെയിലും, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നഴ്സറിയിലൊക്കെ പോയി, അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അടിച്ചു വാരി തുടയും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോൾ 1-2 ദിവസം കൂടെ എനിക്ക് അവധിയാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ ഡ്യൂട്ടിയൊക്കെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പേര് എന്നോട് ചോദിച്ചു നേഴ്സായതിനു ശേഷം എങ്ങനെയുണ്ട് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ എന്നൊക്കെ. അപ്പം എനിക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഒരു കുഴപ്പം തോന്നുന്നില്ല. പിന്നെ ഞാൻ നേരത്തെ വർക്ക് ചെയ്ത വാർഡിൽ തന്നെയാണ് എനിക്ക് ഇപ്പം ജോലി കിട്ടിയിരിക്കുന്നത് നേഴ്സായിട്ട്. അപ്പം പിന്നെ അതുകൊണ്ട് എനിക്ക് വ്യത്യാസമൊന്നുമില്ല. പിന്നെ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ച് വരാനുണ്ട്. കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ, പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. പിന്നെ പിന്നെ ഹസ്ബൻഡും ഞങ്ങളുടെ സെയിം ഹോസ്പിറ്റലിൽ എൻ്റെ അടുത്ത് തന്നെയുള്ള വാർഡിലാണ് പുള്ളി നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ പേര് എന്നോട് ചോദിച്ചു യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെ പോകുന്നു. യൂട്യൂബ് ചാനൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ട പോലെ ഇതൊക്കെ ഒരു സന്തോഷം, ഒരു എൻ്റർടൈൻമെൻറ്റ്, അത്രേ ഉള്ളൂ. ഞാൻ അത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ കേട്ടോ.
ഇത് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു 5 പേര് കാണുമ്പം സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ എനിക്കറിയാം എനിക്കൊത്തിരി നമുക്കത്ര വലിയ പിടിപാട് എന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാരും കാണാനാരുമില്ല. പിന്നെ എന്താണ് അത് ഒരു 5 പേരല്ലേ 10 പേര് കാണുമ്പോൾ ഉള്ള സന്തോഷം നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. നമുക്കിങ്ങനെ വലിയ ഇങ്ങനെ സെക്കൻഡുകൾക്കുള്ളിൽ ഇങ്ങനെ വ്യൂസ് കൂടുന്ന ടീമുകളൊന്നും അല്ല. അതുകൊണ്ട് പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ. അതുകൊണ്ട് പിന്നെ അങ്ങനെ അത് എന്താണ് ചെറിയ വീഡിയോസൊക്കെ ഇട്ട് ഇങ്ങനെ ടൈം ഉള്ളപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഒരു സുഖത്തിന് വേണ്ടി, ഒരു സന്തോഷം. പിന്നെ എന്നോട് ചോദിച്ചാൽ കുറേ പേര് എന്നോട് ചോദിച്ചു കണ്ടൻറ് എങ്ങനെ ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ടൻറ് ഒന്നും ഇല്ലാത്തൊരു ടീമാണ് കേട്ടോ. കണ്ടൻറ് എനിക്ക് അന്നേരം തോന്നുന്നത് കുഴപ്പമില്ലാന്ന് തോന്നുന്നത് ഞാനങ്ങ് ഇടും, അത്രേ ഉള്ളൂ. ഒരു ടോപ്പിക് ഉണ്ടാക്കി അങ്ങ് ഇടുന്നു, അത്രേ ഉള്ളൂ. എനിക്കറിയാം വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെ കൊണ്ട് അത്ര ആരും അങ്ങനെ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞ് എന്നെ എന്താണ് അഭിപ്രായം തളർത്താൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്താണ് വലിയ കാര്യമായിട്ട് വലിയ കണ്ടൻറ് ക്രിയേറ്ററോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. കിട്ടുന്ന ടോപ്പിക്ക് മനസ്സിൽ പോസിറ്റീവ് നല്ല ഓക്കെയാണ് എന്ന് തോന്നുന്നു അങ്ങ് ഒരു വിഷയം ഉണ്ടാക്കി അങ്ങ് ഇടുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങ് ഈ പറച്ചിലിനിടയ്ക്ക് ഞാനൊരു 4 ദോശ ചുട്ടിട്ടുണ്ട് കേട്ടോ. എന്താണ്ടേ. പിന്നെ ഞാൻ രാത്രിക്ക് വലിയ ഭക്ഷണമൊന്നും കഴിക്കാറില്ല. കാരണം പണ്ടൊക്കെ ഒത്തിരി കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഭക്ഷണമൊക്കെ കഴിപ്പോൾ ഇച്ചിരി കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഭക്ഷണം കുറച്ച് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമൊക്കെ മുന്നോട്ട് പോവല്ലേ. അപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു വ്യത്യാസം വേണ്ടേ. നമ്മൾ പാരമ്പര്യമായിട്ട് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവരായതുകൊണ്ട് അതിൽ നിന്ന് ഒരു ചെറിയ മോചനം കിട്ടട്ടെ എന്ന്, അല്ലെങ്കിൽ അത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് രാത്രിക്കത്തെ ഭക്ഷണം അങ്ങ് ഒഴിവാക്കിയിരിക്കുന്നത്. പക്ഷേ വരാനുള്ളത് വരും കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ അതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഒരു 6 മണിക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കും. പിന്നെ വെള്ളം കുടിക്കുക, ചായ കുടിക്കുകയൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ പോകുന്നു. അപ്പോൾ ഞാനിവിടെ പിള്ളേർക്ക് വേണ്ട പാലും തിളപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ, ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.